ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തേത് നമ്മുടേത് ഒരു റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ ചിലവർക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടാവും, ചിലവർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയുന്ന ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണാം, അല്ലാത്തവരെ കാണണ്ട. റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ പറയണത്, അല്ലാത്ത എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണേ. അപ്പോൾ നമുക്ക് ലാത്തിയടിച്ച സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ പാട്ടുകാരൻ വിജയ് മാധവും അതുപോലെ തന്നെ ദേവിക നമ്പ്യാർ എന്ന് പറയുന്ന ആ പേയേഴ്സിന് രണ്ടാമത്തെ കുട്ടി ഉണ്ടായിരിക്കുകയാണ്. ഒരു പെൺകുഞ്ഞാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അവർ വെച്ചിരിക്കുന്ന പേരിലാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടോപ്പിക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും റിയാക്ഷൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ടും നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അവർ ആ പേര് മാറ്റാനൊന്നും പോകുന്നില്ല. പിന്നെ പേരെന്ന് പറയുന്നത് ഓം പരമാത്മ എന്നാണ് ആ കൊച്ചിനെ പേരിട്ടിരിക്കുന്നത്. ഞാനൊരു അമ്മയാണ്, അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിന് അങ്ങനെ ഒരു പേരിടുന്നതിനോട് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പേരിടുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. ദേവികയ്ക്ക് ആ പേര് മേ ബി ഓക്കെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അവർ ആ പേര് ചൂസ് ചെയ്തത്. പിന്നെ മൂത്ത കൊച്ച് ഒരു ആൺകുട്ടിയാണ്, ആൾക്കിട്ടിരിക്കുന്ന പേര് ആത്മജ മഹാദേവ് എന്നാണ്. പേരുകൾ തമ്മിൽ ശരിയാണ്, ഇങ്ങനത്തെയൊക്കെ പേരുകൾ ഇടുമോ എന്നുള്ളത് ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, എനിക്ക് ആദ്യം ഈ പേരുകളിനെക്കാട്ടിൽ കൂടുതൽ എന്ത് ലെങ്ത്തുള്ള പേരാണ്. നമ്മൾ ഈ കുട്ടികൾ LKG പോകുമ്പോഴത്തേനും ഈ പേരിൻ്റെ സ്പെല്ലിങ് ഇത്രയും വലിയൊരു സ്പെല്ലിങ് പഠിച്ചെടുക്കണ്ടേ, അതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഇതിപ്പോൾ ഈ ഒരു കേസ് പറയുന്നതോട് കൂടിയിട്ട് തന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ ഇതിനകത്ത് ഷെയർ ചെയ്യാം. എൻ്റെ ഹസ്ബൻഡിന് കുട്ടികളുണ്ടാകുമ്പോൾ പേര് A വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാം എഴുതുവാനുള്ള പേര് B വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സാമിന് കാര്യത്തിന് മുമ്പും വേഗം കാര്യങ്ങൾ കഴിഞ്ഞ് പോരാൻ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്നുള്ളതാണ് ആ ഒരു റീസൺ പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് A വെച്ചിട്ട് തന്നെയാണ് പേരിട്ടത്. പേര് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പേരുകളാണ് ഞാൻ വെച്ചത്. അതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് ചോദിക്കും നമ്മൾ, ഇതാണ് പേര്, ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പേര് എല്ലാവർക്കും ഓക്കെ ആണോ, ഓക്കെ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. അല്ലാണ്ട് ഒരാളുടെ ഇഷ്ടത്തിന് മാത്രമല്ല കൊച്ചുങ്ങൾക്ക് നമ്മൾ പേര് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ അച്ഛനമ്മമാർക്കും അവരവരുടെ കുട്ടികൾക്ക് എന്ത് പേരിടണം, അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്, ചിലർക്ക് മീനിങ് വരുന്ന പേരുകൾ നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷേ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള പേരുകൾ ഇടുന്ന പാരൻസും ഉണ്ട്, അങ്ങനെ ഇടുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പോൾ എന്താ പേരെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ പറയുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദം എനിക്ക് തോന്നുന്നു ആസ് എ മദർ അതത്ര സുഖമുള്ളതാവില്ല. എന്തുകൊണ്ടാണ് ആ അച്ഛനത് ചിന്തിക്കാഞ്ഞത് എന്ന് ഇപ്പം അറിയില്ല. ദേവിക തന്നെ ആ പേര് കേട്ടപ്പോൾ ഞെട്ടിയും തോന്നുന്നു. കാരണം ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. വിജയ്ക്ക് കുറച്ചും കൂടി ഇതിങ്ങനെ വേണം, ഒരു കാര്യത്തിൽ കുറച്ച് കടുംപിടുത്തമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി കൊച്ചിൻ്റെ പേര് പറഞ്ഞപ്പോൾ ദേവികയ്ക്ക് അതിനകത്ത് വേറൊരു ചോയ്സ് ഇല്ലാഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂത്ത കുട്ടിയുടെ പേര് ആത്മജ എന്നാണ്. അപ്പോൾ എനിക്ക് പേര് കേട്ടിട്ട് ഞാൻ ആദ്യത്തിൽ നോക്കിയപ്പോൾ ആൺകുട്ടിയാണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് എന്താ ഈ പെൺകുട്ടിയുടെ പേരിട്ടിട്ട് അതിനെ വിളിക്കുന്നതെന്ന് വിചാരിച്ചു. ആത്മജ മഹാദേവ് എന്നാണ് മൂത്ത ആൺകുട്ടിയുടെ പേര്. ഇപ്പോൾ രണ്ടാമത്തെ ഉണ്ടായിരിക്കുന്നത് പെൺകൊച്ചാണ്. പെൺകൊച്ചിനിട്ടിരിക്കുന്ന പേരാണ് ഓം പരമാത്മ. ഇതാ കൊച്ച് എങ്ങനെ പറഞ്ഞെത്തിക്കുന്നു എന്തോ തുടക്കത്തിലൊക്കെ, ഈ ചെറിയ പ്രായത്തിലൊക്കെ എന്തെന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ ഇതുപോലത്തെ പേരുകൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അല്ലാതെ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് സൊസൈറ്റി എന്ത് വിചാരിക്കും, അങ്ങനെ ആ വക കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ പേഴ്സണലി അച്ഛനമ്മമാർക്ക് ഇഷ്ടമുള്ള പേര് തന്നെയാണ് എല്ലാവരും വെക്കുക. കാരണം ജനിച്ചു കിടക്കുന്ന കൊച്ചിന് എനിക്ക് ഇന്ന പേര് വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇന്ന പേര് വേണമെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അച്ഛനമ്മമാർ പേരുകൾ വെക്കുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടി വളർന്ന് വലുതാവേണ്ട കുട്ടികളാണ് എന്നുള്ളതൊക്കെ ആലോചിച്ച് പേരുകളും കാര്യങ്ങളും വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പേര് കേട്ടിട്ട് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓം പരമാത്മ എന്നാണ് കേട്ടോ കുട്ടിയുടെ പേര്. കുട്ടിക്ക് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവട്ടെ. നല്ലൊരു മോള് ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ
ടോപ്പിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ മറക്കണ്ട. വേറെ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.